സർക്കസും ഓഫ് റോഡ് ഡ്രൈവിംഗും പഠിക്കണം. എടമുട്ടത്ത് നിന്ന് കഴിമ്പ്രം വരെ യാത്ര ചെയ്യാൻ. ഇരുചക്രവാഹനത്തിലാണെങ്കിൽ യാത്രക്കാരൻ്റെ നടുവൊടിയും. 1 വർഷത്തിലേറെയായി തുടരുന്ന ഈ ദുരിതത്തിന് അറുതിയുണ്ടാക്കാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പ്രകാരം പണിതീർത്ത എടമുട്ടം ബീച്ച് റോഡാണ് തുടർ പരിപാലനമില്ലാതെ നശിച്ച് ഗതാഗത യോഗ്യമല്ലാതായത്. ആവശ്യത്തിന് സ്ഥലമേറ്റെടുത്ത് വീതി കൂട്ടി ആധുനിക രീതിയിലാണ് 2016 റോഡ് നിർമ്മിച്ചത്. എടമുട്ട സെൻറ്റർ മുതൽ ജവാൻമൂല വരെയുള്ള 3 കിലോമീറ്ററാണ് 1.16 കോടി രൂപ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചത്. ഏതാനും ഭാഗം തറയോടും ബാക്കി ഭാഗം ടാറിങ്ങുമാണ്. ടാറിങ്ങുള്ള ഭാഗമാണ് തകർന്ന് തരിപ്പണമായത്. 4 വർഷത്തോളമായി ഇത്രയും കുണ്ടും കുഴിയും നിറഞ്ഞ അത്രയും ദുർഘടമായ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആൾക്കാർ ഈ കുഴിയിൽ വീഴുകയും ഭയങ്കരമായ അപകടങ്ങൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് പടിഞ്ഞാട്ട് പോയാലും അതിനേക്കാൾ മോശമായ റോഡാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സംവിധാനത്തിൽ ചെയ്ത റോഡായിരുന്നു. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സർക്കാരുകളോ പഞ്ചായത്തുകളോ ഇതിന് ഇടപെടുന്നില്ല. ജില്ലാ പഞ്ചായത്തായാലും ഹെൽപ്പാട് ഗ്രാമപഞ്ചായത്തായാലും ഒരു കാര്യങ്ങളും ഈ റോഡിന് വേണ്ടി ചെയ്യുന്നില്ല. ജനങ്ങളെ അത്രയും ബുദ്ധിമുട്ടിക്കുകയാണ്. നിർമ്മാണം കഴിഞ്ഞ് 5 വർഷക്കാലം അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടന്നു. കേന്ദ്ര പദ്ധതിയുടെ കരാർ കാലാവധി കഴിഞ്ഞ 2022 മുതലാണ് അറ്റകുറ്റപ്പണി ഇല്ലാതെ റോഡ് തകർന്നത്. തുടർപരിപാലനം ജില്ലാ പഞ്ചായത്താണ് നിർവഹിക്കേണ്ടത്. ഇതിൽ വന്ന വീഴ്ചയാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായത്. ഞാൻ ഇവിടെ മീൻകടത്തിലാണ്. ഈ കുഴിയിൽ വീണിട്ട് ഒരാളുടെ ഷോൾഡർ കണ്ടിച്ചു. ഒരു അമ്മയും മോനും വരുമ്പോൾ അമ്മയുടെ കൈ ഒടിഞ്ഞു വീണിട്ട്. പിന്നെ അനേകം ആൾക്കാർ ബൈക്കായിട്ട് വീണിട്ടുണ്ട്. അവരൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ അവസ്ഥയിൽ തുടർന്ന് എന്ത് ചെയ്യും? ഞങ്ങൾ കുറേ മണ്ണൊക്കെ ഇട്ട് തൂർത്തിട്ടും കാര്യമൊന്നുമില്ല. പല പ്രാവശ്യം പഞ്ചായത്തിൽ പറയണുണ്ടായി, ബ്ലോക്കിൽ പറയലുണ്ടായി. ഇതുവരെ ഒരു മറുപടി ഇതുവരെ ചെയ്തിട്ടില്ലേ. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെട്ട കമ്മിറ്റിയാണ് റോഡ് വീതി കൂട്ടാനുള്ള സ്ഥലം ലഭ്യമാക്കിയത്. ഇതിൻ്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. നിരവധി സ്കൂൾ ബസ്സുകളാണ് ഈ വഴിയെ മാത്രം ആശ്രയിക്കുന്നത്. പ്രധാന ബസ് റൂട്ടും ഇതിലൂടെയുണ്ട്. വലിയ ആദിയോടെയാണ് രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. തണ്ടലൊന്നുമില്ല. ഇതിലൂടെ പോയിട്ട് വരുമ്പോഴേക്ക് വയസ്സ് ഒന്ന് കുറയും. അത് ഇവിടുന്നുണ്ടല്ലോ ഇവിടുന്നുണ്ട് അവിടെ വരെ എങ്ങനെയാണ് ഈ വഴിയാണ് ദിവസം സ്കൂളിൽ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഭയങ്കരമായിട്ട് കുഴിയുണ്ട്. ചില സമയത്ത് വീഴാനൊക്കെ പോകാറുണ്ട്. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴും ഇങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ നിറച്ച് ചെടി വെള്ളം വരും. അപ്പോൾ കാറും ഓരോ വണ്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ റോഡൊന്ന് ശരിയാക്കി ഇട്ടിരുന്നെങ്കിൽ നല്ലത്. സ്കൂൾ അധികൃതരും MLAക്കും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. എടമുട്ടം തൊട്ട് തവളക്കുളം വരെയുള്ള ഈ റോഡിൻ്റെ അനാസ്ഥ ഇവിടെ പല സമരങ്ങളും നടക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഇവിടെ ഒരു വലിയൊരു സ്കൂളുണ്ട്. 14,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് ബസ്സുകൾക്കുമുള്ള ഒരു സ്ഥലമാണ് എടമുട്ടം ബീച്ച് റോഡ്. ഈ റോഡിൻ്റെ അനാസ്ഥ കണ്ട് എന്ത് തന്നെയായാലും ശാശ്വത പരിപാടി ഉടനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുഴികളിൽ എത്ര ബൈക്കാണ് ദിനം പ്രതി വീണിട്ട് ആംബുലൻസ് വന്ന് കൊണ്ടുപോകണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധപ്പെടുത്തുകയാണ്.